ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊയ് കാർപ്പിൻ്റെ കൂടെ ഏതൊക്കെ ഫിഷസിനെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ഇടാം എന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ കൊയ് കാർപ്പിനോടൊപ്പം മറ്റൊരു ഫിഷിനെ ഇട്ട് വളർത്താതിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ള റീസൺ നമുക്കൊന്ന് നോക്കാം. സാധാരണയായ ആൾക്കാർ സക്കർ ഫിഷിനെ നമ്മുടെ കൊയ് പോണ്ടിലിട്ട് വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. സക്കർ ഫിഷിനെ പറ്റി നമ്മുടെ കുഞ്ഞുകാലം തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ധാരണയാണ് സക്കർ ഫിഷ് നമ്മുടെ ടാങ്കിലെ വേസ്റ്റിനെ എല്ലാമാണ് ഭക്ഷിക്കുന്നതെന്നും അതിനല്ലാത്ത ഫുഡിൻ്റെ ആവശ്യമില്ല എന്നും. പക്ഷെ അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ്. സക്കർ ഫിഷ് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫിഷ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അതൊരിക്കലും ഈ ടാങ്കിൽ വരുന്ന വേസ്റ്റ് അല്ല കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ കൊയ് കാർപ്പിൻ്റെ ഫിന്നിലോ മറ്റോ ഒക്കെ തന്നെ സക്ക് ചെയ്ത് അവിടെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ മുറിവിനെ വലുതാക്കാൻ കാരണമാകുന്നു. പിന്നെ നമ്മൾ ഇട്ട് കണ്ടുവരുന്നതാണ് ടെട്രാസ് അല്ലെങ്കിൽ ടൈഗർ ബാർബ്സ്. ഇത് വളരെ ചെറിയ ഫിഷാണ്. ഇതൊരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് അഗ്രഷൻ ഉള്ള ഒരു ഫിഷ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷൊക്കെ തന്നെ നമ്മുടെ കൊയ് കാർപ്പിൻ്റെ ഫിൻ ഡാമേജും ചെറിയ ചെറിയ മുറിവും ഒക്കെ ദേഹത്ത് വരുത്തുന്നതിന് കാരണമാകുന്നു. അടുത്ത നമ്മൾ കണ്ടുവരുന്നതാണ് കൊയ് ഫിഷസും ഗോൾഡ് ഫിഷും കൂടെ മിക്സ് ചെയ്തിരുന്നത്. ഇത് സെയിം ജനസിൽ പെടുന്ന ഫിഷ് ആണെങ്കിൽ തന്നെ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ വരാം. പാരസൈറ്റ് ഡിസീസോ ഒക്കെ തന്നെ ഇതിന് വളരെ പെട്ടെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഗോൾഡ് ഫിഷിന് വരുന്ന ആ ഒരു ഡിസീസ് നമ്മുടെ കൊയ് ഫിഷിനും എളുപ്പം തന്നെ പകരാനായിട്ട് കാരണമാകുന്നുണ്ട്. അടുത്ത് നമ്മൾ കണ്ടുവരുന്നതാണ് ഓസ്കാർ. ഈ ഓസ്കാർ എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ്. അതുപോലെ തന്നെ പാരറ്റ് ഫിഷ് ഇതൊക്കെ തന്നെ കുറച്ച് അഗ്രഷൻ ഉള്ളൊരു ടൈപ്പ് ഓഫ് ഫിഷസ് ആണ്. അപ്പോൾ ഈ ഫിഷസ് കുറേ കൂടെ നോൺ വെജ് ടൈപ്പ് ആഹാരമായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അതായത് BSF ലാർവ, ബ്ലഡ് വേംസ്, പ്രോൺസ്, ബീഫ് ലിവർ ഇതൊക്കെ തന്നെ ഈ ഒരു ഫിഷസ് കഴിക്കുന്ന ഫുഡാണ്. അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫുഡ് വേസ്റ്റ് നമ്മുടെ ടാങ്കിൽ കിടക്കും തോറും ഇത് നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം വഴി കയറി പോകുമ്പോൾ നമ്മുടെ ഫിൽട്ടർ സിസ്റ്റത്തിൽ ബ്ലഡ് വേംസിൻ്റെ ഗ്രോത്തിന് ഇത് കാരണമാകുന്നു. നമുക്കറിയാവുന്നതാണ് ബ്ലഡ് വേംസ് എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയയെ കൊല്ലുന്നു. അപ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ നശിച്ചു പോയാൽ നമ്മുടെ ടാങ്കിൻ്റെ എക്കോ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഫിഷസിനെ ഒന്നും തന്നെ നമ്മുടെ കൊയ് കാർപ്പിനോടൊപ്പം പെയർ ചെയ്യാതിരിക്കാം. അതുമാത്രമല്ല, നമുക്കറിയാവുന്നതാണ് നമ്മുടെ കൊയ് ഫിഷസ് ധാരാളം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിഷാണ്. ഈ ഫിഷ് വേസ്റ്റ് എന്ന് പറയുന്നതേ തന്നെ അമോണിയ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കൊയ് ഫിഷസ് ഇത്രയും വലിയ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടറിൽ അമോണിയയുടെ കണ്ടൻറ്റ് കൂടും. ഈ അമോണിയ കണ്ടൻറ്റ് ഒരിക്കലും നമ്മുടെ ബാക്കി ഫിഷസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന് വളരെയധികം കാരണമാകുന്നു. സോ എന്തുകൊണ്ടും നമ്മുടെ കൊയ് ഫിഷസിനെ മാത്രം ഇട്ട് വളർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാര്യം നമ്മൾ ഒരു ജാപ്പനീസ് ഇമ്പോർട്ടഡോ അല്ലെങ്കിൽ തായ്ലൻഡ് ഇമ്പോർട്ടഡോ ആയുള്ള ഒരു കൊയ് ഫിഷിന് ഒരു 1 ഫീറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളതിനൊക്കെ തന്നെ നമ്മൾ ഏകദേശം ഒരു 5000-6000 രൂപ കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. സോ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷിനെ നമ്മൾ ബാക്കി ഫിഷസുമായിട്ടിട്ട് അതിന് വെറുതെ അസുഖം വരുത്തുന്നേക്കാൾ നല്ലത് കൊയ് ഫിഷസിനെ മാത്രം ഇട്ട് വളർത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം.